കർത്താവിന് മഹത്വം. ലൈഫ് വിത്ത് ജീസസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഏറ്റവും ലളിതമായി വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാന സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിനായി വിശുദ്ധ ബൈബിളിനെക്കുറിച്ചുള്ള പ്രാരംഭ പഠനം ആവശ്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത് ഒന്ന് പരിശോധിക്കാം. 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ ബൈബിൾ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള ആദ്യത്തെ 39 പുസ്തകങ്ങൾ പഴയ നിയമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഉള്ള 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പഴയ നിയമം എന്നത് ചരിത്രങ്ങളും പ്രവചനങ്ങളും ഗാനങ്ങളും ഉൾപ്പെട്ട സംഗ്രഹമാണ്. ഇതിനെ യഹൂദന്മാർ തനാഖ് എന്ന് എബ്രായ ഭാഷയിൽ വിളിക്കുന്നു. തോറ, നബീം, കെത്തുബീം എന്നിങ്ങനെയാണ് അവ തരംതിരിക്കപ്പെട്ടിരിക്കുന്നത്. തോറ എന്നാൽ മോശയുടെ ന്യായപ്രമാണങ്ങളും നിയമങ്ങളും ദൈവിക കൽപ്പനകളും ഉൾപ്പെട്ടതാണ്. നബീം എന്നത് പ്രവാചക പുസ്തകങ്ങളാണ്. അതിൽ ചരിത്രങ്ങളും പ്രവചനങ്ങളും ഉൾപ്പെടുന്നു. കെത്തുബീം എന്നത് സാഹിത്യ രചനകളാണ്. പഴയ നിയമത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ചിന്തിക്കാം. പുതിയ നിയമമാണ് നമ്മുടെ വിഷയം എന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതാണ് ഉത്തമം എന്ന് തോന്നുന്നു. പുതിയ നിയമം ആദ്യ 5 പുസ്തകങ്ങൾ മത്തായി മുതൽ അപ്പോസ്തല പ്രവൃത്തി വരെയുള്ള പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. പിന്നീടുള്ള 21 പുസ്തകങ്ങൾ റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ ഉപദേശങ്ങളും അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം പ്രവചനവുമാണ്. പുതിയ നിയമത്തെ പിന്നെയും പലതായി തരംതിരിക്കാം. എന്നാൽ അതൊന്നും ഇവിടെ പ്രതിപാദ്യ വിഷയങ്ങളല്ലാത്തതിനാൽ ഇപ്പോൾ വിഷയാധിഷ്ഠിതമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ആവശ്യമെങ്കിൽ നമുക്കത് പിന്നീട് ഉൾപ്പെടുത്താം. ദൈവം നമ്മെ ഏവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ.